പിന്നെ നമ്മൾ പോകുമ്പോ ശബരിമല നമുക്ക് ദൂരത്തുനിന്നെങ്കിലും കാണാൻ പറ്റുമോ? അതിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ 15 ആനകൾ ആണ് ഇത് ഉണ്ടാക്കിയതിനു ശേഷം ഇതിന്റെ മുകളിലൂടെ നടത്തിച്ചത്. എക്സ്പ്ലോറിംഗ് കേരള എന്നൊരു ഇതില് നമ്മളിപ്പോ പിന്നിട്ടത് കാലിക്കറ്റ്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂര്, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, ഇപ്പം പത്തനംതിട്ട. ഹലോ ഗായ്സ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. ഇതാ യാത്ര കഴിഞ്ഞിട്ടില്ല കേട്ടോ. അന്നത്തെ യാത്രയുടെ ബാക്കിയാണിത്. എന്നത്തെ യാത്ര? അന്ന് നമ്മൾ കൊല്ലം പോയില്ലേ, അതിന്റെ ബാക്കി. തിരിച്ചു വരണ്ടേ, കൊല്ലത്ത് എത്തിയിട്ടേ ഉള്ളൂ അന്ന്. അപ്പൊ ഞങ്ങളിതാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മള്. ഇത് എരുമേലി ശബരിമല റോഡാണ്. അപ്പം നാട്ടിലേക്ക് പോകുമ്പോ നമ്മൾ ഇതിലൂടെ പിടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് കോഴിക്കോട്ടുനിന്ന് ഇവിടേക്ക് വരുമ്പോ, കൊല്ലത്തേക്ക് വരുമ്പം പാസ് ചെയ്തത് കൊച്ചി കഴിഞ്ഞിട്ട് കോട്ടയം, ആലപ്പുഴയുടെ ചില ഭാഗങ്ങള്, ചേർത്തല, ആ സൈഡ് കുമരകം, അങ്ങനെയായിട്ടാണ് ഞങ്ങൾ കയറി. കൊട്ടാരക്കര, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ഇപ്പം പോകുമ്പം കൊല്ലത്തുനിന്ന് പത്തനംതിട്ട വഴിയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ എരുമേലി ശബരിമല റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വഴി ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പം പോയി നോക്കുന്നത് ഞങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. റോഡൊക്കെ നല്ല അടിപൊളി റോഡ് കേട്ടോ. നമുക്ക് ഫുൾ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയാലോ എന്ന് തോന്നും. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് MVD വെച്ചിട്ടുള്ള ക്യാമറകൾ ആലോചിക്കുമ്പോൾ അയ്യോ വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ സ്പീഡ് കുറച്ചാണ് ഇപ്പൊ ഓടിക്കുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോ ശബരിമല നമുക്ക് ദൂരത്തുനിന്നെങ്കിലും കാണാൻ പറ്റുമോ? പമ്പ വഴിയല്ലല്ലോ നമ്മൾ പോകുന്നത്, എരുമേലി വഴിയാണ്. പക്ഷെ എന്നാ പോലും പഴനി എത്തുന്നതിന്റെ മുന്നേ തന്നെയായിട്ട് നമുക്ക് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ പഴനിമല കോവിൽ കാണാൻ പറ്റുമല്ലോ. അതുപോലെ ശബരിമല എന്നുള്ള ബോർഡ് ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മലേന്റെ മുകളിലായിട്ട് ശബരിമല ഉണ്ടാവും, അപ്പൊ അയ്യപ്പനെ കാണാൻ പറ്റുമെന്നാ വിചാരിച്ചത്. പക്ഷെ തെറ്റാട്ടോ, നമുക്ക് ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റൂല. ഇനി വേറെ ഏതെങ്കിലും റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ഈ റൂട്ടിൽ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ പൊട്ട ചിന്താഗതികളും എന്റെ മനസ്സിലുണ്ടായിരുന്നു. Continue straight past Hospital Junction, Asupatri Patti, onto State Highway 8. ഗവി 90 കിലോമീറ്റർ ഉള്ളു തന്നെയാ. ഗവി പോയാലോ? Continue on State Highway 8 for 27 kilometers. ശബരിമല താഴത്തോട്ടാ? ഗവിയൊക്കെ താഴത്തോട്ടാണ്. നമ്മൾ അതിന്റെ മുകളിലേക്ക് എടുത്തപ്പോ പൊൻകുന്നം റൂട്ടിലേക്ക് കയറി. അപ്പൊ നമുക്ക് എരുമേലിയും ശബരിമലയ്ക്കും പോകേണ്ട ആവശ്യമില്ല. റാണി റൂട്ടല്ല ഇത്, സ്ട്രെയിറ്റ് പോണ റാണി റൂട്ടാണ്. നല്ല റോഡുകളാട്ടോ, നല്ല റോഡുകളാണ്. റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ കുറവാണോ എന്ന് അറിയില്ല. ആകെ ഒരു KSRTC മാത്രമാണ് കണ്ടിട്ടുള്ളത്. ബാക്കി ബസ്സുകളോ അങ്ങനെയുള്ള തിരക്കുകളോ ഒന്നുമില്ല നമുക്ക് റോട്ടിൽ. നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോവാം. ഒരു മുന്നിലൊരു KSRTC ഇതാ കുറേ നേരമായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. റാണി ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ കയറി. ഇവിടെ നിന്ന് പൊൻകുന്നം 40 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അധികം തിരക്കൊന്നുമില്ല ഇവിടുത്തെ അങ്ങാടികളൊന്നും. ഇന്ന് ചൊവ്വാഴ്ച ആയിട്ട് പോലും അധികം തിരക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ റോഡാണ്. ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഈ എന്താന്ന് വെച്ചാല്, കാലിക്കറ്റ് നിന്ന് ഇവിടെ വരെ ഉള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും ട്രാഫിക് അനുഭവപ്പെട്ടത് അങ്ങാടികളിലായിട്ട് ബാക്കിയുള്ള എല്ലാ റോഡുകളിലും ട്രാഫിക് ഞങ്ങൾക്ക് കൂടുതൽ തോന്നിയതെന്ന് പറഞ്ഞാല് കോഴിക്കോടും മലപ്പുറം തന്നെയാണ്. അതിനുശേഷം അങ്ങോട്ടേക്കൊക്കെ ഞങ്ങളെ വലിയ രീതിയിൽ അത് ബാധിച്ചില്ല. ഒക്കെ കുറച്ചും കൂടിയും എന്താ പറയാ ആള് കുറവായിട്ടാണ് തോന്നി. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ച് സുഖമാണ്. നമ്മളെ നാട്ടിൽ എന്തൊരു ട്രാഫിക്കാണ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ അനങ്ങാൻ പറ്റില്ല. ഒരു
പാർക്കിംഗ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആട്ടോ. എന്താ പറയാ, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് അനുഭവപ്പെട്ടത്. കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതുകൊണ്ട് തന്നെ വൊമിറ്റിങ്ങിന്റെ പ്രശ്നം വരണമെന്ന് വിചാരിച്ച് പ്ലാസ്റ്റിക് കവർ വാങ്ങാൻ പോയതായിരുന്നു ഞാൻ. പ്ലാസ്റ്റിക് കവർ നിരോധിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെയൊക്കെ കിട്ടുമല്ലോ ഇഷ്ടം പോലെ. എങ്ങനെ കേട്ടില്ല? ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കവർ നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആരും വിൽക്കുന്നില്ല. ഓ ശരി. നമ്മളവിടെ പക്ഷെ വെറുതെ കിട്ടൂല്ലേ? ഓക്കെ. സംടൈംസ് ഇപ്പം ലോ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാവും, അതാവും വിൽക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. Continue for 17 kilometers. നമ്മളുടെ ഈ എക്സ്പ്ലോറിംഗ് കേരള എന്നൊരു ഇതില് നമ്മളിപ്പോ പിന്നിട്ടത് കാലിക്കറ്റ്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂര്, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, ഇപ്പം പത്തനംതിട്ട. അപ്പം അതുപോലെ യാത്രകൾ ഇനിയും പറ്റുന്ന രീതിയിലൊക്കെ തുടരുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ നമ്മള് പോവാത്തത് ട്രിവാൻഡ്രവും ഇടുക്കിയുമാണ്. ട്രിവാൻഡ്രം നമ്മൾ എന്തായാലും ഫാമിലി ആയിട്ട് പിന്നെ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അത് ആ സമയത്ത് എടുക്കാം. ഇടുക്കി ഞങ്ങള് പ്ലാൻ ചെയ്താണ്. വാഗമണിലേക്ക് ഞങ്ങൾ പോയി, വാഗമൺ അല്ലെങ്കിൽ വാഗമണ്ണല്ല, മൂന്നാറ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ 4 ദിവസമായി ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചിട്ട്. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാല് ധന്യയുടെ ഒരു കസിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ അതെല്ലാം ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ കറക്കം കുറച്ചിട്ട് നമുക്ക് നാട് പിടിക്കാം. അതിനെ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എവിടെയും നമ്മൾ ഇനി സ്റ്റേ അടിക്കുന്നില്ല. എല്ലായിടത്തും ചെറുതായി എടുത്ത് അങ്ങനെ നിർത്തി പോകാൻ വിചാരിക്കുന്നു. രക്ഷയില്ല. ഇതാണ് കേട്ടോ റൂട്ട്. നമ്മളെ വണ്ടി ഓടിക്കുന്നവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന റൂട്ടാണ്. നല്ല റോഡും അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കിതാ ഈ ഒരു പുഴ കണ്ടു. ഇത് പുഴ തന്നെയാണെന്ന് വിചാരിക്കുന്നു. പുഴ കണ്ട സമയത്ത് അതിൻ്റെ അടുത്തായിട്ട് ഈ അമ്പലവും കണ്ടു. അപ്പോൾ നല്ലൊരു വ്യൂ തോന്നി. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞാനിങ്ങനെ വന്ന് നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ആ അമ്പലത്തിൻ്റെ സ്റ്റൈലും, അവിടെ ഞാൻ നിൽക്കുന്നതും, പുഴയും, പിന്നെ ഈ ഒരു കുഞ്ഞൊരു അമ്പലവും. ഇതൊക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ ഒരുപാട് കാണാൻ പറ്റില്ലേ, അതുപോലെയായിരുന്നേ. സൂപ്പർല്ലേ. അതാ നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. മഴ തുള്ളിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ പൊൻകുന്ന് എത്താനായി. നമ്മൾ എത്തിയിരിക്കുന്നത് പാല കഴിഞ്ഞു അല്ലേ? പാല കഴിഞ്ഞിട്ട് നമ്മള് കൂത്താട്ടുകുളം രാമപുരം റോഡാണ്. എന്താല്ലേ കേട്ടോ. കാണുമ്പോ നമ്മളിങ്ങനെ പോകുമ്പോ തന്നെ ഒരു വേറൊരു ഫീലിംഗ് ആണ്. ഇതേപോലത്തെ റോഡുകളിലൂടെയൊക്കെ കാണുമ്പോൾ കാണുന്ന ഫീലിങ്സ് മാത്രമല്ല ഗൈസ്, ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞു.
ഇവിടെ നിന്നുള്ള ഈ വളവും തിരിവും എന്റെ തല ആകെ ചുറ്റിപ്പോയി. അതിനുശേഷം തല ചുറ്റലായിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കിടക്കിയിരുന്നു. ബാക്കിലേക്ക് മാറി അവിടെ കിടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തി. അപ്പം ഇനി എല്ലാവരും ടയേർഡാ. അപ്പം കോട്ടയം നമ്മളെ പാലാ ആ റൂട്ടും പിന്നെ അതിന് മൂവാറ്റുപുഴയ്ക്കുള്ള റൂട്ട് ഫുള്ള് തിരിവും വളവും ഒക്കെ കൂടി ആയിട്ട് എല്ലാവരും ചെറുതായിട്ട് തല പിന്നിരിക്കുക എന്ന മാതിരിയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നമുക്ക്. ഓക്കെ, അമ്മ എന്താ മിണ്ടാതിരിക്കുന്നോ? അപ്പൊ നമ്മള് വന്നിരിക്കുന്ന ഹോട്ടൽ ഭാരത് 1989 ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കഴിച്ചിട്ട് പറയാം. കിടന്നുറങ്ങിക്കോ. ജ്യൂസ് കിട്ടിയപ്പോ നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങിക്കോ. അത് ഇതും ബാലവേലയാണ് കേട്ടോ. ആ പ്ലേറ്റ് എല്ലാം ക്ലീൻ ആക്കണം അല്ലേ. ഈ മൂവാറ്റുപുഴയെ കുറിച്ച് ഒരു സ്പെഷ്യാലിറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും ആദ്യത്തെ കോൺക്രീറ്റ് ബ്രിഡ്ജ് 1914 ഉണ്ടാക്കിയത് മൂവാറ്റുപുഴയിലാണ്. അതിന്റെ നേതൃത്വം വഹിച്ചത് ബ്രിട്ടീഷുകാരനായ എമറാൾഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അതിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ 15 ആനകൾ ആണ് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിന്റെ മുകളിലൂടെ നടത്തിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു ചരിത്രം കൂടി മൂവാറ്റുപുഴയ്ക്കുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തിയ സമയത്ത് തൃശ്ശൂരിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളും എനിക്കൊരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നിട്ടോ. വേറെ ഒന്നുമല്ല, വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. സൂര്യന്റെ ഗോൾഡൻ ഷെയ്ഡ് എല്ലാ സ്ഥലത്തേക്ക് പതിക്കുമ്പോഴും അത് നമ്മുടെ ഫ്രെയിമിനാണെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണെങ്കിലും നമ്മുടെ കണ്ണിന് നല്ലൊരു പ്രത്യേക ഭംഗി കൊടുക്കുമായിരുന്നേ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഈ റോഡിന് പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എന്ത് ഭംഗിയെന്ന് തോന്നും. പക്ഷെ അതിന്റെ ബ്യൂട്ടിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് വേറൊരു അനുഭൂതിയായിരിക്കും തരിക. ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ചില അമ്പലങ്ങൾ കാണുന്നു. അതിൻ്റെ അടുത്തായിട്ട് കച്ചവടക്കാർ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് അല്ലേ തരിക. അതുപോലെ ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്നറിയോ? ഇനി നമുക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ധൈര്യം, അതെനിക്ക് എന്തോ ഈ യാത്രയിൽ നിന്ന് കിട്ടുകയാണ് ചെയ്തത്. ഏകദേശം നമ്മുടെ നാടിനോട് അടുത്തടുത്തടുത്ത് തുടങ്ങുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ചും തുടങ്ങുന്നുണ്ട്. ഇനി ഇവിടുന്ന് 2 മണിക്കൂറേ വീട്ടിലേക്കുള്ളൂ. പോകുന്ന വഴിക്ക് നമുക്ക് എവിടെന്നെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോവാൻ. കാര്യം നമ്മളിപ്പോൾ ഏത് സമയത്ത് എത്തുക എന്നുള്ളത് വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഫുഡൊന്നും കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാട്ടിലെ മറ്റൊരു വിശേഷവുമായി ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.
നെയ്ച്ചോറും ചിക്കൻ പീസും